നമസ്കാരം. കേരളത്തിലെയും ഇന്ത്യയിലെയും ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓരോ 4 മാസത്തിലും നേരിട്ടെത്തുന്ന 2000 രൂപയുടെ കാത്തിരിപ്പാണിപ്പോൾ PM കിസാൻ 23ാം ഗഡുവിൻ്റേത്. 2026 ജൂലൈയിൽ 23ാം ഗഡു വിതരണം ആരംഭിക്കുമെന്നാണ് സൂചനകൾ. എന്നാൽ EKYC ചെയ്യാത്തവർക്കും ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർക്കും ഈ പണം കിട്ടാതെ പോകാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിലൂടെ PM കിസാന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും 23ാം ഗഡു കൃത്യമായി ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഗുണഭോക്തൃ പട്ടികയിൽ പേര് പരിശോധിക്കുന്ന രീതി, അപേക്ഷ തടയുന്ന സാധാരണ തെറ്റുകൾ, അയോഗ്യരായവർ ആരൊക്കെ എന്നതെല്ലാം വിശദമായിട്ട് കാണാം. അവസാനം വരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ 2000 രൂപ സുരക്ഷിതമായി അക്കൗണ്ടിൽ എത്തുകയുള്ളൂ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന 2019 ഫെബ്രുവരിയിലാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. രാജ്യത്തെ ചെറുകിട ഇടത്തരം കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൃഷിക്ക് ആവശ്യമായ വിത്ത്, വളം, കീടനാശിനി, ചെറിയ കാർഷിക ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള അടിസ്ഥാന ചിലവ് നികത്തുന്നതിന് ഈ സഹായം പ്രതിവർഷം 6000 രൂപ 3 തുല്യ ഗഡുക്കളായി വിതരണം ചെയ്യുന്നു. ഏപ്രിൽ, ജൂലൈ, ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ, മാർച്ച് എന്നീ കാലയളവുകളിലാണ് ഓരോ 2000 രൂപ ഗഡുവും കർഷകന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് DBT വഴി എത്തിക്കുന്നത്. ഇടനിലക്കാർ ഇല്ലാത്തതിനാൽ പണം കൃത്യമായി ഗുണഭോക്താവിന് ലഭിക്കുന്നു. 2026 ജൂലൈ മാസത്തിൽ PM കിസാന്റെ 23ാം ഗഡു വിതരണം ആരംഭിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 22 ഗഡുക്കളും ഇതേ കാലയളവിൽ തന്നെയാണ് വിതരണം ചെയ്തിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയോ കൃഷി മന്ത്രാലയമോ ഔദ്യോഗിക പ്രസ് റിലീസ് ഇറക്കിയ ശേഷം മാത്രമേ കൃത്യമായ തീയതി അറിയാൻ കഴിയൂ. അതിനാൽ കർഷകർ വ്യാജ വാർത്തകളിൽ വീഴാതെ pmkisan.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മാത്രം ശ്രദ്ധിക്കുക. 23ാം ഗഡു ലഭിക്കുന്നതിന് മുമ്പ് കർഷകർ പൂർത്തിയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടി EKYC ആണ്. കഴിഞ്ഞ ഗഡുക്കളിൽ നിരവധി കർഷകർക്ക് പണം കിട്ടാതെ പോയതിന്റെ പ്രധാന കാരണം EKYC പൂർത്തിയാക്കാതിരുന്നതാണ്. EKYC ചെയ്യാത്തവരുടെ പേര് ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കും. EKYC ചെയ്യുന്നതിന് 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ അഥവാ CSC കേന്ദ്രത്തിൽ പോയി ബയോമെട്രിക് വിരലടയാളം നൽകി ചെയ്യുക. 2, pmkisan.government.in എന്ന വെബ്സൈറ്റിൽ OTP വഴി സ്വയം ചെയ്യുക. OTP രീതിക്ക് ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. EKYC പൂർത്തിയാക്കിയതിനു ശേഷം സ്റ്റാറ്റസ് വീണ്ടും പരിശോധിച്ച് EKYC ഡൺ എന്ന് കാണുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ശരിയായി ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നും ഉറപ്പാക്കുന്നത് അത്യാവശ്യമാണ്. PM കിസാൻ പണം ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ട്രാൻസ്ഫർ വഴിയാണ് അയക്കുന്നത്. ആധാർ സീഡിംഗ് ഇല്ലാത്ത അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആകില്ല. ബാങ്കിൽ പോയി ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ഉടൻ ലിങ്ക് ചെയ്യാൻ അപേക്ഷ നൽകുക. കൂടാതെ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ, KYC പൂർത്തിയാക്കിയതാണോ, അക്കൗണ്ട് അടച്ചു പൂട്ടിയിട്ടില്ലല്ലോ എന്ന് ഉറപ്പാക്കണം. അടച്ചുപൂട്ടിയ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചാൽ അത് തിരികെ സർക്കാരിലേക്ക് തന്നെ പോകും. ഗുണഭോക്തൃ പട്ടികയിൽ തന്റെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നത് അടുത്ത പ്രധാന ഘട്ടമാണ്. pmkisan.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിച്ച് ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സംസ്ഥാനം, ജില്ല, ഉപജില്ല, ഗ്രാമം എന്നീ വിവരങ്ങൾ നൽകിയാൽ ഗ്രാമത്തിലെ മുഴുവൻ ഗുണഭോക്താക്കളുടെ പട്ടിക കാണാം. തന്റെ പേര്, അച്ഛന്റെ പേര്, ലഭിച്ച ഗഡുക്കളുടെ എണ്ണം, അവസാനം ലഭിച്ച തീയതി എന്നിവ ഇവിടെ പരിശോധിക്കാം. കൂടാതെ നോ യുവർ സ്റ്റേറ്റസ് എന്ന ഓപ്ഷൻ വഴിയോ അപേക്ഷ നമ്പറോ ആധാർ നമ്പറോ മൊബൈൽ നമ്പറോ നൽകി അപേക്ഷയുടെ നിലവിലെ സ്ഥിതി അറിയാം. അപേക്ഷ പെൻഡിംഗ് ആണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണെന്ന് ഇവിടെ വ്യക്തമായി കാണാം. PM കിസാൻ പദ്ധതിയുടെ അർഹതാ മാനദണ്ഡങ്ങൾ വളരെ വ്യക്തമായി നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. സ്വന്തമായി കൃഷിയോഗ്യമായ ഭൂമി ഉണ്ടായിരിക്കണം. കുടുംബം എന്ന നിലയിൽ ഭർത്താവ്, ഭാര്യ, പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്നിവരിൽ ഒരാൾക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കൂ. ഭൂമി പാട്ടത്തിന് നൽകിയിരിക്കുകയാണെങ്കിലും യഥാർത്ഥ കൃഷി ചെയ്യുന്നയാൾക്ക് ആനുകൂല്യം ലഭിക്കില്ല. ഭൂ ഉടമയ്ക്കാണ് ലഭിക്കുക. കൂട്ടായ കൃഷി ചെയ്യുന്ന സംഘങ്ങൾക്കും ഈ പദ്ധതി ബാധകമല്ല. ചില വിഭാഗങ്ങൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. മുൻ നിലവിലെ മന്ത്രിമാർ, MP മാർ, MLA മാർ, മേയർമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, സർക്കാർ പെൻഷൻ ലഭിക്കുന്ന ചില വിഭാഗങ്ങൾ, ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ, GST പരിധിയിൽ വരുന്ന പ്രൊഫഷണലുകൾ,
കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർ എന്നിവർ PM കിസാനിന് അർഹരല്ല. അയോഗ്യരായിട്ട് പണം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തുക തിരിച്ചടക്കേണ്ടി വരും. ഇനി അപേക്ഷ നിരസിക്കപ്പെടുന്നതിന്റെ സാധാരണ കാരണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ രേഖകൾ ശരിയായി അപ്ലോഡ് ചെയ്യാതിരിക്കുക, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തെറ്റായി നൽകുക, ആധാർ നമ്പറിൽ അക്ഷരത്തെറ്റ്, IFSC കോഡ് തെറ്റ്, EKYC പൂർത്തിയാക്കാതിരിക്കുക, അയോഗ്യമായ വിഭാഗത്തിൽ പെട്ടിട്ടും അപേക്ഷിക്കുക എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഈ തെറ്റുകൾ ഒഴിവാക്കിയാൽ ഗഡു കൃത്യമായി ലഭിക്കും. തെറ്റ് സംഭവിച്ചാൽ കൃഷി ഓഫീസറെയോ കൃഷിഭവനെയോ ബന്ധപ്പെട്ട് തിരുത്തൽ നൽകാം. ഭൂമി രേഖകൾ തഹസിൽ ഓഫീസിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത ശേഷം PM കിസാൻ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യണം. 23-ാം ഗഡുവിനായി കാത്തിരിക്കുന്ന കർഷകർ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കണം. EKYC പൂർത്തിയാക്കുക, ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്ക് ചെയ്യുക, ബെനിഫിഷ്യറി ലിസ്റ്റിൽ പേര് പരിശോധിക്കുക, നോ യോർ സ്റ്റേറ്റസ് വഴി അപേക്ഷയുടെ സ്ഥിതി നോക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ 23-ാം ഗഡു പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് പണം അക്കൗണ്ടിലെത്തും. ഔദ്യോഗിക തീയതി പ്രഖ്യാപിക്കുമ്പോൾ അത് pmkisan.government.in കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ പ്രസ് റിലീസിലുമായിരിക്കും. PM കിസാൻ പദ്ധതി കർഷകർക്ക് സ്ഥിരമായ വരുമാന സുരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇതുവരെ 22 ഗഡുക്കൾ വിതരണം ചെയ്തു. കോടിക്കണക്കിന് കർഷകർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെട്ടു. 2026 ജൂലൈയിൽ പ്രതീക്ഷിക്കുന്ന 23-ാം ഗഡു കൃത്യമായി ലഭിക്കാൻ മുകളിൽ പറഞ്ഞ നടപടികൾ പൂർത്തിയാക്കുക. വ്യാജ ഏജന്റുമാർക്ക് പണം നൽകി EKYC ചെയ്യരുത്. എല്ലാ സേവനങ്ങളും സൗജന്യമാണ്. സംശയമുണ്ടെങ്കിൽ കൃഷിഭവനെയോ ടോൾ ഫ്രീ നമ്പർ 155-261 അല്ലെങ്കിൽ 1800115526 ബന്ധപ്പെടുക. PM കിസാൻ ഹെൽപ്പ് ലൈൻ വഴിയും സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും. അവസാനമായി ഓർക്കേണ്ടത് PM കിസാൻ പണം കൃഷിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ തുക കൃഷിയിടത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുക. കാലാവസ്ഥ മാറ്റം, വിപണി വിലയിടിവ്, കൃഷിച്ചെലവ് വർധനവ് എന്നിവ നേരിടാൻ ഈ 2000 രൂപ സഹായകമാകും. 23-ാം ഗഡു ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഇപ്പോൾ തന്നെ പൂർത്തിയാക്കി കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ദിനംപ്രതി ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.